നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഒട്ടേറെ തന്ത്രങ്ങൾ കൊണ്ടും വിവാദങ്ങൾ കൊണ്ടും ശ്രദ്ധേയമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. പതിവിന് വിപരീതമായി കൂടുതൽ ദേശീയ നേതാക്കൾ ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തുന്നു എന്നതും വലിയ പ്രത്യേകതയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ രാഹുൽ ഗാന്ധിയും ഇന്ന് വീണ്ടും സംസ്ഥാനത്ത് എത്തുകയാണ്. കഴിഞ്ഞ ദിവസം പാലക്കാടും തൃശ്ശൂരുമായിരുന്നു മോദിയുടെ പര്യടനമെങ്കിൽ ഇന്ന് NDA ക്യാമ്പിന് ആവേശം പകരാൻ മോദി എത്തുന്നത് തിരുവല്ലയിലും തിരുവനന്തപുരത്തുമാണ്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലും FCRA ഭേദഗതി ബില്ലിലും മോദിയുടെ പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട് സംസ്ഥാനം. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഡീൽ വിവാദത്തിൽ എന്തെങ്കിലും പറയാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് ആവേശം കൊട്ടിക്കയറുമ്പോൾ ഒട്ടേറെ വിവരങ്ങൾ ഞങ്ങൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. അതിലേക്കൊക്കെ പെട്ടെന്ന് വരാം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. കേരളം വിധി പറയാൻ ഇനി 5 നാൾ. NDA ക്യാമ്പിന് ആവേശമേകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിൽ. തിരുവല്ലയിൽ ഇന്ന് പൊതുപരിപാടി. വൈകിട്ട് തിരുവനന്തപുരം കിള്ളിപ്പാലം മുതൽ കരമന വരെ റോഡ് ഷോ. രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടികൾ ഇടുക്കിയിലും ആലപ്പുഴയിലും എറണാകുളത്തും. JP നദ്ദ, നിർമ്മല സീതാരാമൻ തുടങ്ങിയ ദേശീയ നേതാക്കളും കേരളത്തിൽ. മുഖ്യമന്ത്രിയുടെ പ്രചാരണം ധർമ്മടത്ത്. ആക്രമണം നിർത്താതെ ഇറാനും അമേരിക്കയും. US വെടിനിർത്തലിന് അഭ്യർത്ഥിച്ചെന്ന് ഇറാൻ. അമേരിക്കയുടെ A-10 വിമാനം വീഴ്ത്തി എന്ന് ഇറാൻ. ഹോർമുസ് തുറക്കാനുള്ള ബഹ്റൈൻ്റെ പ്രമേയത്തിൽ UN-ൽ വോട്ടെടുപ്പ് ഇന്ന്. സംവിധായകൻ രഞ്ജിത്തിന് ഇന്ന് നിർണായകം. ലൈംഗിക അതിക്രമ കേസിൽ കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയും എറണാകുളം CJM കോടതി പരിഗണിക്കും. ബീഹാറിൽ വിഷമദ്യ ദുരന്തം. 5 മരണം, 5 പേർ ചികിത്സയിൽ. സംഭവം ഈസ്റ്റ് ചമ്പാരൻ ജില്ലയിൽ. 12 പേർ കസ്റ്റഡിയിൽ. IPL ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രണ്ടാം മത്സരം ഗുജറാത്ത് ടൈറ്റൻസും രാജസ്ഥാൻ റോയൽസും തമ്മിൽ. കേരളം വിധിയെഴുതാൻ ഇനി 5 നാൾ. പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കേന്ദ്ര നേതാക്കളുടെ വലിയ നിരയാണ് കേരളത്തിലേക്ക് എത്തുന്നത്. പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും ഇന്ന് വിവിധ ജില്ലകളിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ശബരിമല, FCRA, ഡീൽ തുടങ്ങിയ വിവാദങ്ങൾക്കൊപ്പം വികസനവും പ്രകടന പത്രികയും ഒക്കെ ഈ അവസാന മണിക്കൂറുകളിൽ ചർച്ചയാവും. മുഖ്യമന്ത്രി ഇന്ന് സ്വന്തം മണ്ഡലത്തിലാവും പ്രചാരണം നടത്തുക. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ എബി തോമസും കണ്ണൻ ദേവും ചേരുകയാണ്. ആദ്യം എബിയിലേക്ക് പോവുകയാണ്. എബി, പരസ്യപ്രചാരണത്തിന് 3 ദിവസം മാത്രം അവശേഷിക്കെ വലിയ ആവേശത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തും തിരുവല്ലയിലും വരുന്നു. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഇന്ന് 3 ജില്ലകളിലുണ്ട്. അതുപോലെ നിർമ്മല സീതാരാമൻ, JP നദ്ദ തുടങ്ങിയ ദേശീയ നേതാക്കളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് സംസ്ഥാനത്തിനും ഉണ്ട്. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? ഇവരുടെയൊക്കെ ഒരു പരിപാടിയുടെ ഷെഡ്യൂൾ അതൊക്കെ കിട്ടിയിട്ടില്ലേ? തീർച്ചയായും ഇനി പറഞ്ഞതുപോലെ തന്നെ ഈ 3 ദിവസം മാത്രമാണ് പരസ്യപ്രചാരണത്തിനുള്ളത്. കൃത്യം 5-ാം നാൾ കേരളം വിധി എഴുതുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അവസാന മണിക്കൂറുകളിൽ ഏതെല്ലാം രീതിയിൽ തങ്ങളുടെ ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ച് അതൊക്കെയും വോട്ടാക്കി മാറ്റുക എന്നുള്ളൊരു ശ്രമത്തിൽ തന്നെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാം തന്നെയുള്ളത്. ശക്തമായിട്ടുള്ള പ്രചാരണ പരിപാടികളുമായി 3 മുന്നണികളും കളം നിറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രധാനമന്ത്രിയുടെ വരവ് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഇന്ന് കേരളത്തിൽ എത്തുന്നുണ്ട്. പ്രധാനമന്ത്രി 2ാം വട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എത്തുന്നത് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് 2 ജില്ലകളിലാണ് അദ്ദേഹത്തിൻ്റെ പരിപാടികളുള്ളത്. തിരുവല്ലയിൽ അദ്ദേഹം ആദ്യം മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ഏതാണ്ട് 50,000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഒപ്പം അതിനുശേഷം തിരുവനന്തപുരത്ത് കിള്ളിപ്പാലത്തും ഒപ്പം കിള്ളിപ്പാലം മുതൽ കരമന വരെ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയും ഇന്ന് ഉണ്ടാവുകയും ചെയ്യും. ആ നിലയ്ക്ക് വലിയ രീതിയിൽ വലിയ ആളുകളെ കൂട്ടിക്കൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടി തന്നെയാണ് NDA തയ്യാറാക്കിയിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതുപോലെ തന്നെ ആ ഒരു മോദിക്ക് വോട്ട് എന്നുള്ളതാണ് പ്രധാനമായും ഇവിടെയും NDA ക്യാമ്പ് ആ ഒരു വലിയ ആവേശത്തിൽ ആളുകളോട് അവരുടെ വോട്ട് അഭ്യർത്ഥിക്കുന്നത് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ മോദിയുടെ വരവിൽ അതിൽ
ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞില്ല എന്നതിനെക്കുറിച്ച് ഒരു വലിയ ആരോപണം UDFന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് ഡീലിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ മോദി ഒരു മൗനം പാലിച്ചത് എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമായും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെല്ലാം തന്നെ ആരോപിച്ചിരുന്ന ഒരു കാര്യം. അതിനുള്ള മറുപടി ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ? ഒപ്പം തന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ FCRA ബിൽ അതിപ്പോൾ ഒരു വലിയ വാള് പോലെ തന്നെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് സഭാ മേലധ്യക്ഷന്മാരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം എന്താണ് എന്നുള്ളതാണ് പ്രധാനമായും ആകാംക്ഷയോടുകൂടി തന്നെ കേരളം കാത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരം നടക്കുന്ന ഈ റോഡ് ഷോയിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഒരു ലക്ഷ്യമായും NDA ക്യാമ്പ് മുന്നോട്ട് വെക്കുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ തുടരുക. കണ്ണൻ ദേവ് കൂടിയുണ്ട് ഇപ്പോൾ തിരുവല്ലയിൽ നിന്ന്. കണ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് ഒരുങ്ങിക്കഴിഞ്ഞോ തിരുവല്ല? തീർച്ചയായും തിരുവല്ലയിലെ പരിപാടിക്ക് കഴിഞ്ഞ ദിവസം തന്നെ തിരുവല്ല ഒരുങ്ങിക്കഴിഞ്ഞു. വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് തിരുവല്ലയിൽ നടന്നിട്ടുള്ളത്. വലിയ പന്തൽ തന്നെ ഈ സജ്ജീകരിച്ചിട്ടുണ്ട് തിരുവല്ലയിൽ. അദ്ദേഹം ഇന്ന് 3 മണിയോടെയാണ് ഇന്ന് ചങ്ങനാശ്ശേരിയിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങുക. അവിടെ നിന്നും 3:15 അദ്ദേഹം റോഡ് മാർഗം തിരുവല്ലയിലെ ഈ സമ്മേളന നഗരിയിലെത്തും. മുനിസിപ്പൽ ഇതിലാണ് അദ്ദേഹം ഈ വലിയ സമ്മേളനം നടത്തുന്നത്. ഇവിടേക്ക് ഏതാണ്ട് 3 ജില്ലകളിലെ, അതുപോലെ പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലെ പ്രവർത്തകരും സ്ഥാനാർത്ഥികളും ഈ സമ്മേളനത്തിൽ എത്തുന്നുണ്ട്. ഇവർക്കായാണ് നരേന്ദ്രമോദി ഇവിടെ എത്തുന്നത്. വലിയ ആവേശത്തിൽ തന്നെയാണ് തിരുവല്ലയിലെ പാർട്ടി പ്രവർത്തകർ. തിരുവല്ലയിലെ സ്ഥാനാർത്ഥി അനൂപ് ആന്റണി ഉൾപ്പെടെ ഈ നരേന്ദ്രമോദി വരുന്നതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേതൃത്വം നൽകുന്നുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ഒരുക്കം തന്നെയാണ് തിരുവല്ലയിലും പരിസരത്തും നടത്തിയിരിക്കുന്നത്. വലിയ രീതിയിൽ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. എന്തായാലും മോദി എത്തുമ്പോൾ കഴിഞ്ഞ ഈ ഒരാഴ്ചക്കിടെ 2ാം തവണയാണ് മോദി എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വരവോടെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആവേശം തിരയിളക്കാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. അദ്ദേഹം എന്തൊക്കെയാണ് പറയുക? കഴിഞ്ഞ തവണ വന്നപ്പോൾ പറഞ്ഞതുപോലെ ഡീലും അതുപോലെ UDFനെയും LDFനെയും നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് ഇത്തവണയും അദ്ദേഹം ചെയ്യുമെന്നാണ് കരുതുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്നപ്പോൾ തന്നെ പറഞ്ഞത് ഈ ഇദ്ദേഹം ശബരിമലയെക്കുറിച്ച് യാതൊന്നും മിണ്ടുന്നില്ല എന്ന തരത്തിലൊക്കെ ആയിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ശബരിമല കൂടി ഉൾപ്പെടുന്ന ഈ പത്തനംതിട്ട ജില്ലയിൽ അദ്ദേഹം നടത്തുമെന്നാണ് കരുതുന്നത്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകരുള്ളത്. നരേന്ദ്രമോദിയുടെ വരവ് എന്തായാലും വലിയ ആഘോഷമാക്കാനും തിരഞ്ഞെടുപ്പിന് വലിയ ഊർജം പകരാനുമാണ് BJP പ്രവർത്തകരുടെ തീരുമാനമായ. ശരി കണ്ണൻ, വീണ്ടും എബിയിലേക്ക് പോവുകയാണ്. എബി, ഈ ദേശീയ നേതാക്കളൊക്കെ ഇത്ര തവണ വരുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്നതൊക്കെ ആദ്യമായിട്ടാണ്. പ്രധാനമന്ത്രിയൊക്കെ വരാറുണ്ട്, മറ്റ് ദേശീയ നേതാക്കളുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് കൂടുതൽ തവണ വരുന്നു. അതൊക്കെ പ്രചാരണത്തിന് വളരെ കൊഴുപ്പേകുകയാണ്. ഒപ്പം വിവാദ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ശബരിമല വിഷയം പോലെ FCRA ഭേദഗതി ബില്ല്, അതുപോലെ തന്നെ ഡീൽ വിവാദം, അതൊക്കെയുണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും ഒരു പ്രതികരണം അത് പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നിപ്പോൾ രാഷ്ട്രീയ കേരളം? എബി, തീർച്ചയായിട്ടും ഏതാണ്ട് ഒരു 3 ഘട്ടങ്ങളായിട്ടാണ് ഇത്തവണത്തെ പ്രചാരണ പരിപാടികളൊക്കെ തന്നെ നടന്നത്. ആദ്യഘട്ടത്തിൽ ഇതിൽ വലിയ രീതിയിലുള്ള സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിവാദമായി വരുന്നു. അതിനുശേഷം ഡീൽ ആരോപണം, ആ ഘട്ടത്തിൽ തന്നെ ഡീൽ ആരോപണം ഉണ്ടാകുന്നു. അതിനുശേഷം LDFന് വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ SDPIയുമായിട്ടുള്ള ഒരു ബന്ധം. അതിനുശേഷം ഇപ്പോൾ ഈ 3ാമത്തെ ഘട്ടത്തിലാണ് ഈ പ്രകടന പത്രികകളൊക്കെ തന്നെയും പുറത്തിറക്കിക്കൊണ്ട് ഒരു അത്തരത്തിലുള്ള അല്ലെങ്കിൽ വികസനങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് തങ്ങളുടെ പ്രചാരണ പരിപാടികൾ കൊഴുപ്പിക്കുക എന്ന് തന്നെയാണ് ഇടതുപക്ഷം പ്രധാനമായും മുന്നോട്ട് വെക്കുന്നെങ്കിൽ അവരുടെ ഒരു പ്രചാരണ പരിപാടി ഈ ഘട്ടത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആ നിലയ്ക്കാണ്. എന്തായാലും FCRA വിഷയം വലിയ രീതിയിൽ വിവാദമായി നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൃത്യമായ രീതിയിലുള്ള ഒരു മറുപടി പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും കേരളം ഉറ്റുനോക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം കിരൺ റിജിജു ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം മതമേലധ്യക്ഷന്മാരുമായി സംസാരിക്കുകയും മതമേലധ്യക്ഷന്മാർ അവരുടെ ആശങ്കകൾ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും ആ ബില്ല് നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ബില്ലിൽ പറയുന്ന പല കാര്യങ്ങളും തങ്ങളെ ആശങ്കപ്പെടുത്തുന്നതാണ് എന്നുള്ളൊരു കാര്യം അവർ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വിശദമായ രീതിയിലുള്ള ചർച്ചയിലേക്ക് തങ്ങൾക്ക് പോകാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഇന്നലെ മന്ത്രിയും അക്കാര്യത്തിൽ വ്യക്തമാക്കിയത്. പക്ഷേ ആ ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഇന്ന് വരുന്ന ഒരു
പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ എന്ത് തരത്തിലുള്ള മറുപടിയാണ് ഉണ്ടാവുക എന്നുള്ളതും കേരളം ഉറ്റുനോക്കുന്നുണ്ട്. ഒപ്പം തന്നെ ശബരിമല വിഷയം സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെല്ലാം തന്നെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരികയും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത വിഷയമാണ്. കഴിഞ്ഞ തവണ മോദി വരുമ്പോൾ പ്രധാനമന്ത്രി ആ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിരുന്നില്ല. അത് തന്നെയാണ് കോൺഗ്രസും UDF പ്രധാനപ്പെട്ട ഒരു ആരോപണമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നത്. ഇതിനെ ഒരു ഡീലായി തന്നെ കണക്കാക്കിക്കൊണ്ട് തന്നെയുള്ളൊരു വിമർശനങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തത്. CPM-ഉം BJP-യും തമ്മിൽ ഡീലുള്ളത് കൊണ്ടാണ് പ്രധാനമന്ത്രി ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ നടത്താറുന്നത് എന്നുള്ളതായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം നിരവധിയായിട്ടുള്ള പ്രവർത്തകരുമായി അദ്ദേഹം റേഡിയോ സംഭാഷണത്തിലൂടെ സംവദിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഈ ശബരിമല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായാലും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ, ഒപ്പം തന്നെ CPM-നെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഒപ്പം ശരി, CPM-ഉം വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുന്ന 2-3 വിഷയങ്ങൾ ഈ അവസാന ഘട്ടത്തിൽ ഉണ്ടാകുന്നത് പേരാമ്പ്രയിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തന്നെയാണ്. അതിലൊക്കെ തന്നെയും കൃത്യമായ രീതിയിലുള്ള മറുപടികൾ ഉണ്ടാവണം. മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് നിലവിൽ അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. രാഹുൽ ഗാന്ധി ഇന്ന് വരുന്നുണ്ട്. ശരി, സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി 5 നാൾ മാത്രം അവശേഷിക്കുമ്പോൾ ദേശീയ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ദേശീയ നേതാക്കൾ പ്രചാരണത്തിന് കൊഴുപ്പേകാൻ കേരളത്തിലേക്ക് വീണ്ടും എത്തുകയാണ്. കണ്ണദേവും എബി തോമസുമാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. ഇനി മണ്ഡലങ്ങളിലൂടെ ലോകത്തെവിടെ എന്ത് നടന്നാലും അതിനൊരു തിരുവല്ല ബന്ധം ഉണ്ടാകുമെന്ന് പ്രാദേശികമായി ഒരു ചൊല്ലുണ്ട്. എന്നാൽ ഇത്തവണ കേരളം ഉറ്റുനോക്കുന്നത് തിരുവല്ലയുടെ രാഷ്ട്രീയ ബന്ധം ആർക്കൊപ്പമായിരിക്കുമെന്നാണ്. തുടർച്ചയായ 20 വർഷം നിയമസഭാംഗമായതിന്റെ ആത്മവിശ്വാസത്തിൽ LDF-ന്റെ മാത്യു ടി തോമസും നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാനുറച്ച് UDF-ന്റെ അഡ്വക്കേറ്റ് വർഗീസ് മാമനും അട്ടിമറി വിജയത്തിനായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുമാണ് തിരുവല്ലയുടെ തെരഞ്ഞെടുപ്പ് ഗോതയിലുള്ളത്. തിരുവല്ല ഇന്ന് വികസനത്തിന്റെ പാതയിലാണ്. വഴികളിൽ തുടങ്ങിയ ഈ വിപ്ലവം വിദ്യാലയങ്ങളിലും ആശുപത്രികളിലും വീട്ടുമുറ്റത്തെ കുടിവെള്ള പൈപ്പുകളിലും വരെ എത്തി നിൽക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ കിഫ്ബി പദ്ധതികൾ കൊണ്ട് മണ്ഡലത്തിന്റെ ഓരോ മുക്കും മൂലയും നവീകരിക്കപ്പെട്ടിരിക്കുന്നു. കേരളത്തിന്റെ തന്നെ വികസന ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ആദ്യ കിഫ്ബി റോഡായി അമ്പലപ്പുഴ തിരുവല്ല പാത മാറിയപ്പോൾ അത് ഒരു മണ്ഡലത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുകയായിരുന്നു. യാത്രക്കാരുടെ പതിറ്റാണ്ടുകളായുള്ള ദുരിതത്തിന് അറുതി വരുത്തിക്കൊണ്ട് ആധുനിക നിലവാരത്തിൽ ഈ റോഡ് നവീകരിച്ചത് മാത്യു ടി തോമസ് MLA-യുടെ നിരന്തരമായ ഇടപെടലുകളുടെ ഫലമാണ്. ഇതിനു പുറമെ മുത്തൂർ കുറ്റൂർ കിഴക്കൻ മുത്തൂർ റോഡ് BM&BC നിലവാരത്തിൽ ടാറിംഗ് പൂർത്തിയാക്കി. കാവുംഭാഗം ഇടിഞ്ഞില്ലം റോഡും ഇന്ന് അത്യാധുനിക നിലവാരത്തിലാണ്. ചങ്ങനാശ്ശേരി കവിയൂർ റോഡിന്റെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുമ്പോൾ തിരുവല്ല മല്ലപ്പള്ളി ചേലക്കോട് റോഡിന്റെ നിർമ്മാണവും ഉടൻ ആരംഭിക്കും. 2016 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് പ്രഖ്യാപിച്ച നിരവധി കിഫ്ബി പദ്ധതികളിൽ വലിയ ഒരു പങ്ക് കിട്ടിയ പ്രദേശമാണ് തിരുവല്ല അസംബ്ലി നിയോജകമണ്ഡലം. സംസ്ഥാനത്തെ ആദ്യത്തെ കിഫ്ബി റോഡ് തിരുവല്ല അമ്പലപ്പുഴ റോഡാണ്. 128 കോടി രൂപയാണ് ആ നിർമ്മാണത്തിന് വേണ്ടി ആകെ ചിലവാക്കിയത്. അതിൽ തിരുവല്ലയുടെ ഭാഗം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾക്കാണ് ആ തുക ചെലവഴിച്ച് ആദ്യത്തെ കിഫ്ബി പദ്ധതി തിരുവല്ലയിലാണ് നടപ്പിലാക്കിയത്. നിരവധിയായ റോഡുകൾ ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്തു. നമ്മുടെ ബൈപ്പാസിന് സമാന്തരമായി മറ്റൊരു ബൈപ്പാസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കുറ്റൂരിൽ നിന്ന് മനക്കച്ചിറ എന്ന് കിഴക്കമ്പത്തൂർ നിന്ന് മുത്തൂർ, ഈ റോഡുകൾ കിഫ്ബി പദ്ധതിയിൽ പൂർത്തീകരിച്ചു. മറ്റൊരു ബൈപ്പാസായി ഇന്ന് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാവുംഭാഗം ഇടിഞ്ഞിലം റോഡ്, ഇടിഞ്ഞിലത്ത് പുതിയ പാലം ഉൾപ്പെടെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡിന് 83 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. അതിന് സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് പല ആളുകൾ 68 ആളുകൾ കോടതിയിൽ കേസ് പോയത് മൂലം സ്ഥലമെടുപ്പ് നടപടികൾ വൈകിയെങ്കിലും സ്ഥലമെടുപ്പ് അടക്കമുള്ള പുതിയ റോഡ് നിർമ്മാണത്തിന് വീതിയിൽ 12 മീറ്റർ വീതിയിൽ തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡ് നിർമ്മിക്കുന്നതിന് 83 കോടി രൂപയുടെ സർവേ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ സാമൂഹികാഘാത പഠനം കഴിഞ്ഞു. 4-1 നോട്ടിഫിക്കേഷന് ശേഷം സാമൂഹികാഘാത പഠനവും പിന്നീട് 21 നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് സർവേ സമ്പൂർണ്ണമായി പൂർത്തീകരിച്ചിരിക്കുന്നു. 6 ഏക്കർ സ്ഥലമാണ് ആ റോഡ് വീതി കൂട്ടുന്നതിന് വേണ്ടി ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ 5 വില്ലേജുകളും കോട്ടയം ജില്ലയിലെ 2 വില്ലേജ് ഉൾപ്പെടെയുള്ള പ്രദേശത്തെയാണ് സർവേ പൂർത്തീകരിച്ച് അതിൻ്റെ വില നിർണ്ണയ നടപടികളിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.
മണിമലയാറിന് കുറുകെ പത്തനംതിട്ടയെയും ആലപ്പുഴയെയും ബന്ധിപ്പിക്കുന്ന ചാത്തങ്കരി കോൺകോട് പാലം യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുകയാണ്. ഇതിനൊപ്പം പാറക്കടവ് പാലത്തിനുള്ള ടെൻഡർ നടപടികളും പൂർത്തിയായി. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് വിപുലമായ പൈപ്പ് ലൈൻ വിപുലീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. തിരുവല്ല നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും കുടിവെള്ളം തടസ്സമില്ലാതെ എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ നടന്നുവരുന്നു. കുടിവെള്ള മേഖലയിൽ തിരുവല്ല ചങ്ങനാശ്ശേരി നഗരസഭകൾക്ക് വേണ്ടി 54 കോടി രൂപയുടെ ഒരു പുതിയ വിപുലീകരണ പദ്ധതി അത് പൂർത്തീകരിച്ചതുകൊണ്ടാണ് തിരുവല്ല നഗരത്തിൽ ഇപ്പോൾ നേരത്തേനേക്കാൾ കൂടുതൽ ക്രമമായി വെള്ളം കൊടുക്കുന്ന ഒരു സാഹചര്യം സംജാതമാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. വിദ്യാഭ്യാസമാണ് ഒരു ജനതയുടെ കരുത്ത്. ആ കരുത്തിന് അടിത്തറപ്പാകാൻ മാത്യു ടി തോമസ് MLA നേതൃത്വത്തിൽ വലിയ മാറ്റങ്ങളാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കടപ്ര കണ്ണശ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച അത്യാധുനികമായ പുതിയ കെട്ടിട സമുച്ചയം ഇന്ന് നാടിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു നാഴികക്കല്ലായ വെണ്ണിക്കുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ നിർമ്മാണവും പൂർത്തിയായി കഴിഞ്ഞു. കുന്നന്താനം സെന്റ് മേരീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുഖച്ഛായയും മാറുകയാണ്. 3 കോടി രൂപയുടെ പുതിയ കെട്ടിട നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് കിഫ്ബി മുഖേന നടപ്പാക്കുന്ന പ്രധാന പദ്ധതി എന്ന് പറയുന്നത് കണ്ണശ സ്കൂളിൽ 5 കോടി രൂപയുടെ കെട്ടിടം നമ്മൾ പൂർത്തീകരിച്ചു. സെന്റ് മേരീസ് സ്കൂൾ നമ്മുടെ കുന്നന്താനം പഞ്ചായത്തിലെ പാലക്കത്തകടിയിലുള്ള സെന്റ് മേരീസ് സ്കൂളിൽ 3 കോടിയുടെ പദ്ധതി അതും പൂർത്തീകരിച്ചു. വിദ്യാഭ്യാസ മേഖലയിലും കിഫ്ബിയുടെ നിരവധിയായ പദ്ധതികൾ. ഒപ്പം വെണ്ണിക്കുളം പോളിടെക്നിക്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് പണിയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ പോളിടെക്നിക്കിലെ സ്ഥലപരിമിതികൾ പരിഹരിക്കാൻ വേണ്ടി ആ പ്രവർത്തനങ്ങൾ നമുക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. തിരുവല്ല താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സജ്ജീകരിച്ചിരിക്കുന്ന ആധുനിക ഡയാലിസിസ് സെന്റർ സാധാരണക്കാരായ രോഗികൾക്ക് വലിയൊരു ആശ്വാസമാണ്. ആശുപത്രിയുടെ സമഗ്രമായ നവീകരണ പ്രവർത്തനങ്ങളും ഇതോടൊപ്പം നടക്കുന്നു. കൂടാതെ മല്ലപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിന്റെ പുതിയ മുഖത്തിനായുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ 50 കോടി രൂപയ്ക്ക് ഒരു ബൃഹത് നിലയം പണിതുകൊണ്ടിരിക്കുകയാണ്. പണി ആരംഭിച്ചു. ഒരാളെങ്കിലും സൊസൈറ്റിയാണ് അതിൻ്റെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പണികൾ 1.5 കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 7 നിലയിൽ ബൃഹത്തായ സംവിധാനങ്ങൾ ഒരുക്കി ലിഫ്റ്റ് സൗകര്യത്തോടു കൂടി മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതാണ് ആ പുതിയ പദ്ധതി. പാറക്കടവിൽ പുതിയ പാലം അതിൻ്റെ നിർമ്മാണം തിങ്കളാഴ്ച ആരംഭിക്കും. നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഓൺലൈൻ മുഖേന നടത്തി. തിങ്കളാഴ്ച മുതൽ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുക. അങ്ങനെ നിരവധിയായ പദ്ധതികൾ നമ്മുടെ മണ്ഡലത്തിൽ കോൺകോട് പാലം, കോതേക്കാട്ട് പാലം അടക്കം അത് ഏറ്റെടുത്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കിഫ്ബി എന്നത് ഒരിക്കലും സാധ്യമാവുകയില്ല എന്ന് കരുതിയിരുന്ന പല പദ്ധതികളും ഏറ്റെടുക്കാൻ വേണ്ടി നമുക്ക് അവസരമൊരുക്കി തന്ന ഒരു പദ്ധതിയായി മാറിയിരിക്കുന്നു. തിരുവല്ലയുടെ വികസനത്തിന് വലിയ നാഴികക്കല്ലായി മാറുന്ന ഒട്ടനവധി പദ്ധതികൾ കിഫ്ബി മുഖേന ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നത് സന്തോഷപൂർവ്വം ഈ ഘട്ടത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു. തിരുവല്ല മുനിസിപ്പാലിറ്റിയിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി തിരുമൂലപുരത്ത് സ്ഥാപിക്കപ്പെട്ട വാട്ടർ ടാങ്ക് തിരുവല്ല മുനിസിപ്പാലിറ്റിക്ക് മാത്രമല്ല, അവിടെ നിന്ന് തൊട്ടടുത്തുള്ള തിരുവമുണ്ടൂർ പഞ്ചായത്ത്, ചെങ്ങന്നൂർ നിയോജകമണ്ഡലത്തിൽ തിരുവമുണ്ടൂർ പഞ്ചായത്തും ചങ്ങനാശ്ശേരിയിലേക്കുമുള്ള കുടിവെള്ളം ഉൾപ്പെടെ ആ ടാങ്കിൽ നിന്നാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പർ കുട്ടനാടൻ പ്രദേശമാണ് തിരുവല്ല. വെള്ളമുണ്ട്, പക്ഷേ വെള്ളം എന്നത് അത്ര ശുചിത്വമുള്ള വെള്ളമല്ല അപ്പർ കുട്ടനാടൻ പ്രദേശങ്ങളിൽ. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആ വാട്ടർ ടാങ്കിൽ നിന്നുള്ള വെള്ളം ഏറ്റവും കൂടുതൽ പ്രയോജനകരമാവുകയും പുതിയ പാലങ്ങൾ വന്നു, പുതിയ റോഡുകൾ വന്നു. അതെല്ലാം ഉന്നത നിലവാരത്തിൽ തന്നെ പൂർത്തീകരിക്കുന്നതിനും ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജനോപകാരപ്രദമായി അത് മുന്നേറുന്നതിനും സാധിച്ചു. തിരുവല്ലയുടെ ഹൃദയഭാഗത്താണ് നമ്മുടെ താലൂക്ക് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ 4 നിലകൾ പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം മുകളിലേക്ക് 3 നില കൂടി വരുമ്പോൾ സമീപ പ്രദേശങ്ങളിലെ ഏറ്റവും വലിയ ആശുപത്രിയായി നമ്മുടെ താലൂക്ക് ആശുപത്രി വരികയാണ്. ലൈംഗിക അതിക്രമ കേസിൽ റിമാൻഡിൽ കഴിയുന്ന സംവിധായകൻ രഞ്ജിത്തിനായി പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. യുവനടിയുടെ പരാതിയിൽ രഞ്ജിത്തിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതേസമയം കേസിൽ നടൻ ബോബി കുര്യനെയും സഹസംവിധായക ശാലിനിയെയും പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, രഞ്ജിത്തിനായി പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കാൻ പോവുകയാണ്. എന്താണ് വിവരങ്ങൾ?
മായ, ഈ ലൈംഗിക അതിക്രമ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രഞ്ജിത്തിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും മാത്രവുമല്ല തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോടതി അവധിയായതിനാലാണ് ഈ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കുന്നതിലേക്ക് മാറ്റിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ ഈ കേസിൽ ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കൂടാതെ ഈ നടിയുടെ പരാതിയിൽ പറയുന്നത് കാരവനിൽ വെച്ചായിരുന്നു ലൈംഗിക അതിക്രമം ഉണ്ടായത്, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലും അന്നത്തെ ഈ ലൊക്കേഷനിലും ഒപ്പം തന്നെ ഈ കാരവനിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും പോലീസിന് ഇനി പൂർത്തീകരിക്കേണ്ടതുള്ളത്. കഴിഞ്ഞ ദിവസം ഈ കാരവൻ പോലീസ് കണ്ടെത്തിയിരുന്നു. ഫോർട്ട് കൊച്ചിയിലെ ആസ്പിൻ വാളിന് സമീപത്ത് നിന്നായിരുന്നു ഈ കാരവൻ കണ്ടെത്തിയിരുന്നത്. കാരവനിൽ പോലീസ് വിശദമായി തന്നെയുള്ള പരിശോധനകളൊക്കെ നടത്തിയിരുന്നതാണ്. കാരവനുള്ളിൽ CCTV ഇല്ല എന്നൊരു കാര്യം കൂടി പോലീസ് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ ഈ സംഭവത്തെ ദിവസത്തിൽ ഈ നടി കാരവനിലേക്ക് എത്തുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ അത് കണ്ടെത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കണ്ടെത്താൻ നിലവിൽ ഇപ്പോൾ പോലീസിന് സാധിച്ചിട്ടില്ല. ഏതായാലും രഞ്ജിത്തിനെ ഇവിടേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തണമെന്നുള്ളൊരു കാര്യം തന്നെയാണ് പോലീസ് മുന്നോട്ട് വെക്കുന്നത്. ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി കൊച്ചി DCPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ തന്നെ പോലീസ് രൂപീകരിച്ചിട്ടുണ്ട്. ഈ നടിയുടെ അടക്കമുള്ള മൊഴികളൊക്കെ പോലീസ് രേഖപ്പെടുത്തിയതാണ്. ഏതായാലും ഈ കാര്യങ്ങളിൽ ഇനിയിപ്പോൾ ഈ പ്രത്യേക സംഘം തന്നെ രഞ്ജിത്തിനെ കൂടുതലായി തന്നെ ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും ഇനി മറ്റ് തെളിവെടുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. കൂടാതെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നടൻ ബോബി കുര്യനെയും സഹസംവിധായികയായിട്ടുള്ള ശാലിനിയെയും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇവർ ഈ കേസ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ രഞ്ജിത്തിനെ ഒളിവിൽ കഴിയാനായിട്ട് സഹായമൊരുക്കി എന്നുള്ളൊരു കാര്യമാണ് ഇവർക്കെതിരായിട്ട് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഇവരെ പ്രതി ചേർക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അടക്കം ഒരു തീരുമാനമുണ്ടാവുക. രഞ്ജിത്തിന് ഒളിവിൽ കഴിയാൻ സഹായമൊരുക്കിയവരെ അടക്കം ഈ കേസിൽ പ്രതി ചേർത്തുകൊണ്ട് നടപടി സ്വീകരിക്കും എന്നുള്ളൊരു കാര്യം കൂടി പോലീസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. ഏതായാലും ഇത്തരത്തിലൊരു സഹായം ഇവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും പോലീസ് പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസം രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഈ ബോബി കുര്യനോടൊപ്പമായിരുന്നു. ബോബി കുര്യനോടൊപ്പം കാറിൽ യാത്ര ചെയ്യുന്നതിനിടയിലായിരുന്നു രഞ്ജിത്തിനെ പോലീസ് പിടികൂടിയത്. ഈ ഒരു സാഹചര്യത്തിൽ ബോബിക്ക് ഈ രഞ്ജിത്തിനെ ഒളിവിലേക്ക് മാറ്റുന്നതിനടക്കമുള്ള കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നുള്ളൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് പ്രധാനമായിട്ടും പോലീസ് എത്തുന്നത്. ഏതായാലും ഇവരെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. മായ. ശരി, കിരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ലൈംഗികാതിക്രമ കേസിൽ റിമാൻഡിൽ കഴിയുന്ന സംവിധായകൻ രഞ്ജിത്തിനായി പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കാൻ പോവുകയാണ്. മറ്റു വാർത്തയിലേക്ക്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവില്ല. അമേരിക്കൻ യുദ്ധവിമാനം F-15 ഇറാൻ വെടിവെച്ചിട്ടു. വിമാനത്തിലെ ഒരു സൈനികനെ രക്ഷപ്പെടുത്തി. മറ്റ് 2 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. വിമാനത്തിലെ പൈലറ്റുമാരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ അമേരിക്കയുടെ മറ്റ് 2 സൈനിക വിമാനങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായി. ഇതാദ്യമായാണ് ഒരു അമേരിക്കൻ യുദ്ധവിമാനം ഇറാനിൽ തകർക്കപ്പെടുന്നത്. അമേരിക്കയുടെ 2 അത്യാധുനിക യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായാണ് ഇറാന്റെ അവകാശവാദം. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് സൈനിക നീക്കങ്ങൾ തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിനായി ബഹ്റൈൻ മുന്നോട്ട് വെച്ച പ്രമേയത്തിൽ ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ ഇന്ന് വോട്ടെടുപ്പ് നടത്തും. ബീഹാറിലെ ഈസ്റ്റ് ചമ്പാരൻ ജില്ലയിൽ വിഷമദ്യ ദുരന്തം. 5 പേർ മരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 12 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ബുധനാഴ്ച മുതലാണ് ജില്ലയിലെ തുർക്കൗലിയ രഘുനാഥ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയത്. 9 പേർ നിലവിൽ ചികിത്സയിലാണ്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. 6 പേർക്ക് വിഷമദ്യം കഴിച്ച് കാഴ്ച നഷ്ടപ്പെട്ടതായും വിവരമുണ്ട്. എറണാകുളം UDFന്റെ പൊന്നാപുരം കോട്ടയാണെന്നും ഭൂരിപക്ഷം ഉയരുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നും UDF സ്ഥാനാർത്ഥി TJ വിനോദ്. മെട്രോ നഗരമായ കൊച്ചിയുടെ കുടിവെള്ളക്ഷാമത്തിന് ഉത്തരവാദി LDF സർക്കാരാണെന്നും TJ വിനോദ് MLA പറയുന്നു. കേരളത്തിൻ്റെ വ്യവസായ തലസ്ഥാനമായ എറണാകുളം നിയമസഭാ മണ്ഡലം കഴിഞ്ഞ 2 തവണയായി എറണാകുളം നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് TJ വിനോദ് MLA ആണ്. വളരെ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ്. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നല്ല മികച്ച വിജയമാണ്. തീർച്ചയായും കോൺഗ്രസിൻ്റെ ഒരു കോട്ട എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എറണാകുളം എന്ന് പറയുന്നത്. ഇത്തവണത്തെ ഒരു വിജയ സാധ്യത എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഒരു മത്സര ചിത്രം എങ്ങനെയാണ്, ഒരു ഭൂരിപക്ഷ സാധ്യത എങ്ങനെയാണ്? അല്ല, കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ എറണാകുളം നിയോജക മണ്ഡലത്തിന് മാത്രം ചേരാനല്ലൂർ പഞ്ചായത്തിലും കൊച്ചി കോർപ്പറേഷനുമായി ഏകദേശം 19,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ നിയോജകത്തിൽ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായ ശക്തമായ ജനവികാരം ഉൾക്കൊള്ളുന്നൊരു നിയോജക മണ്ഡലമാണ്. UDFന് ശക്തമായ വേരോട്ടമുള്ള നിയോജകം.
UDF-നെ സ്നേഹിക്കുന്ന പ്രവർത്തകരുള്ള വോട്ടർമാരുള്ള ഒരു നിയോജകമണ്ഡലം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മൾ 3000-ൽ-അധികം ഭൂരിപക്ഷത്തിൻ്റെ വോട്ടിന് വിജയിച്ചു. പിന്നീട് അടുത്ത തവണ മത്സരരംഗത്ത് വന്നപ്പോൾ അത് ഭൂരിപക്ഷം 3 ഇരട്ടിയായിട്ട് കൂടിയിട്ടുണ്ടല്ലേ. അപ്പം ജനങ്ങളുടെ വിശ്വാസം കൂടുതൽ ഏറ്റെടുക്കാൻ സാധിച്ചു. ജനങ്ങളുടെ പ്രതികരണങ്ങൾ അതനുസരിച്ചൊരു വർക്ക് പിന്നീട് ഇത്തവണയും ഉണ്ടായിട്ടുണ്ടോ? അല്ല, 2019 ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം അതിരൂക്ഷമായ വെള്ളപ്പൊക്കമാണ്. 56% പോളിംഗാണ്. 100 വോട്ടുണ്ടെങ്കിൽ 56 പേരെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാ പോളിംഗ് ബൂത്തിലും വെള്ളക്കെട്ടായിരുന്നു. സ്വാഭാവികമായും അതിൻ്റേതായ പോളിംഗ് പെർസെൻറ്റ് കുറഞ്ഞപ്പോൾ ആ ഭൂരിപക്ഷത്തിന് കുറവ് വന്നു. 2021 ഞാൻ 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അതിനേക്കാൾ നല്ല ഭൂരിപക്ഷത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയും. കാരണം അത്രയേറെ വികസന പ്രവർത്തനങ്ങൾ ഞാൻ ഈ നിയോജക മണ്ഡലത്തിൽ MLA എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ കൂടെ നിന്ന് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും എറണാകുളം നിയോജക മണ്ഡലം ഇത്രയൊന്നും വികസിച്ചാൽ പോരാ എന്നൊരു അഭിപ്രായമൊക്കെ ഇവർ പറയുന്നുണ്ട്. പല കാര്യങ്ങളും ഇനിയും മാറ്റാനുണ്ടെന്നുള്ള കാര്യം. എന്നാൽ ഏറ്റവും കൂടുതൽ വികസന കുതിപ്പുണ്ടാകുന്നൊരു മണ്ഡലമായിട്ട് കേരളത്തിലെ ഒരു സ്ഥലമായിട്ട് നമുക്ക് എറണാകുളത്തെ പൊതുവായിട്ട് കണക്കാക്കാൻ ചെയ്യും. അതിന് മറ്റ് കാരണങ്ങളാണ് അവർ വിലയിരുത്തുന്നത്. ഈ വികസനത്തിൻ്റെ വേഗം എത്രത്തോളം ഉണ്ട്, നമ്മളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷ സർക്കാർ വന്നതുകൊണ്ട് ഈ വേഗത്തിനൊരു കുറവുണ്ടായോ? എങ്ങനെയാണ് അതിനെ പൊതുവെ വിലയിരുത്തുന്നത്? അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൻ്റെ ഫലമായി നമ്മുടെ നഗരത്തിലേക്ക് ഒരു കുടിവെള്ള സ്രോതസ്സും എത്തിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഞാൻ നിയമസഭയിൽ സബ്മിഷനായും ശ്രദ്ധക്ഷണിക്കലായും ഈ വിഷയം കൊണ്ടുവന്നു. കാരണം നഗരത്തിലേക്ക് ഇന്ന് പ്രതിദിനം 45 ദശലക്ഷം ലിറ്റർ വെള്ളത്തിൻ്റെ ഷോർട്ടേജാണ് ഉള്ളത്. അപ്പോൾ ഒരു പുതിയൊരു കുടിവെള്ള പദ്ധതി വേണം. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കളമശ്ശേരിയിൽ കിൻഫ്രയുടെ സ്ഥലത്തൊരു പുതിയ കുടിവെള്ള പദ്ധതിക്ക് ആരംഭം കുറിച്ചതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആ തെരഞ്ഞെടുപ്പ് വന്നു, ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നു, ആ പദ്ധതി അങ്ങനെ കടലാസിൽ മാത്രം ഒതുങ്ങുന്നതായി. അതുകൊണ്ട് തന്നെ നഗരത്തിലെ നഗരവാസികളായ ജനങ്ങൾക്ക് 24 മണിക്കൂറും വെള്ളം കിട്ടുന്ന 24/7 എന്ന രീതിയിൽ വെള്ളം കിട്ടുന്ന ഒരു പദ്ധതി ഉണ്ടായപ്പെട്ടു. അതിനാണ് ആലുവ പമ്പിംഗ് സ്റ്റേഷന് സമീപം 190 MLD പ്ലാന്റ് സ്ഥാപിച്ച് നഗരത്തിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് വേണ്ടിയിരുന്നത്. പക്ഷേ ഈ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലമായി അതിൻ്റെ ഒരു രീതിയിലുള്ള നടപടി സ്വീകരിക്കാതെ പോകുന്നത് യാഥാർത്ഥ്യം. പക്ഷേ എങ്കിലും ജനങ്ങളുമായി ചേർന്നുകൊണ്ട് ഇപ്പോൾ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് ഒരു ചെറിയ മഴ പെയ്താൽ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം വലിയ വിമർശനമായിരുന്നു. ആ വിമർശനാത്മകമായ സാഹചര്യം നേരിടുന്നതിന് വേണ്ടി MLA ഫണ്ടിൽ നിന്നും CSR സപ്പോർട്ടിലൂടെയും നമുക്ക് നിലവിലുണ്ടായിരുന്ന KSRTC ബസ് സ്റ്റാൻഡ് അതിഗംഭീരമാക്കാൻ കഴിഞ്ഞു. യാർഡിനേക്കാൾ താഴ്ന്നാണ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നത്. ഒരു ചെറിയ മഴ പെയ്ത വെള്ളം കയറുന്നത്. ഇപ്പോൾ അത് നമ്മൾ ഉയർത്തി മനോഹരമാക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ്. പുതിയൊരു ബസ് സ്റ്റാൻഡ് പണിയാൻ ഗവൺമെൻറ്റിൽ നിന്ന് വളരെ സമ്മർദ്ദം ചെലുത്തി 13 കോടി രൂപ നമുക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ വടുതല ROB എത്രയോ വർഷമായി നമ്മൾ കേൾക്കുന്നൊരു പദ്ധതിയാണ്. ആ പദ്ധതി യാഥാർത്ഥ്യമായ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. വടുതല പേരണ്ടൂർ പാലം ഞാൻ കോർപ്പറേഷനിൽ കൗൺസിലാകുന്ന 95-ലാണ് ആദ്യമായി. അന്ന് മുതൽ കോർപ്പറേഷൻ്റെ ബഡ്ജറ്റിലൊരു വിഭാവനം ചെയ്യുന്നൊരു പദ്ധതിയാണ് വടുതല പേരണ്ടൂർ പാലം, വടുതലയും പേരണ്ടൂരിനെയും ബന്ധിപ്പിക്കുന്ന പാലം. അതും നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. അറ്റ്ലാന്റിസ് ROB ശ്രീ മെഴ്സി വില്യംസ് മേയറായിരിക്കുമ്പോഴാണ് അറ്റ്ലാന്റിസ് ROB എന്നുള്ളൊരു പദ്ധതിക്ക് അന്ന് വിഭാവനം ചെയ്യുന്നത്. നിർഭാഗ്യവശം നടക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഭൂമിയും നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞു. ഒരു സ്വതന്ത്ര പരീക്ഷണങ്ങളൊക്കെ നേരത്തെ ഇവിടെ LDF നടത്തിയിരുന്നു. ഇത്തവണ സെക്യുലർ ജനതാദളിന് സീറ്റ് PR ശിവശങ്കറാണ്. ഈ സ്ഥാനാർത്ഥികൾ എത്രത്തോളം വെല്ലുവിളി ഉയർത്തുന്ന സ്ഥാനാർത്ഥികളാണ്, അതോ ഒരു ഈസി വാക്കോവറാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എറണാകുളം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വോട്ട് ബാങ്കുള്ളൊരു നിയോജകമണ്ഡലമാണ്. ഈ പൊന്നാപുരം കോട്ടയാണ്. ആ നിയോജക മണ്ഡലത്തിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസത്തിലാണ് നിൽക്കുന്നത്. 100+ സീറ്റാണ് പൊതുവെ UDF ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ആത്മവിശ്വാസം. നമ്മളുടെ ഒരു 14 സീറ്റിൽ എത്ര സീറ്റാണ് പൊതുവെ എറണാകുളത്തിൻ്റെ ഒരു മണ്ഡലത്തിൽ നോക്കി നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത്? എറണാകുളം നിയോജക മണ്ഡലത്തിൽ നമുക്കറിയാം 14 സീറ്റും ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം കേരളത്തിൽ UDF-ന് ഏറ്റവും ശക്തമായ വളക്കൂറുള്ളൊരു ജില്ലയാണ്. എല്ലാ ബൂത്തുകളും സജീവമാണ്, എല്ലാ പാർട്ടി പ്രവർത്തകരും സജീവമാണ്. കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ നല്ല 14 സീറ്റും ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. UDF-ൻ്റെ സാധ്യതകൾ വന്നപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നുള്ള ചർച്ചകളുമൊക്കെ വളരെ സജീവമായിട്ട് വരുന്നുണ്ട്. കോൺഗ്രസ്സിൽ അത്തരത്തിലെന്തെങ്കിലും തർക്കങ്ങളുണ്ടോ? പ്രധാനമായിട്ടും ആരെ മുൻനിർത്തിയായിരിക്കും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നോട്ട്, ആരാണ് നേതാവ്? അല്ല, ഇത് പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞു ഇത് ടീം UDF ആണ്.
കോൺഗ്രസിനകത്ത് ഇന്നയാളെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞ് പ്രൊജക്റ്റ് ചെയ്ത് ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ അംഗീകരിക്കുക. തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ഒരാൾ കേരളത്തിന് മുഖ്യമന്ത്രിയാണ്. 2 പ്രാവശ്യം വിജയിച്ച് 3ാമത്തെ വിജയത്തിലോട്ട് കടക്കുന്നു. ഒരു തരത്തിൽ ഹാട്രിക് തന്നെയാണ്. നമുക്ക് എറണാകുളത്തിൻ്റെ മന്ത്രി എന്നുള്ള രീതിയിൽ നമുക്ക് ടി.ജെ. വിനോദിനെ കാണാൻ ആഗ്രഹമുണ്ട്. അത് സാധ്യതയുണ്ടോ? അല്ല, അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്, പാർട്ടി ഹൈക്കമാൻഡാണ്. അത്തരം കാര്യങ്ങളെല്ലാം പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുക. അതിന് നമ്മളൊന്നും ഇടപെട്ട് ഇന്ന് ചെയ്യണമെന്ന് പറയേണ്ട കാര്യമില്ല. അതൊക്കെ പാർട്ടിക്കറിയാം ആരെ ആക്കണം ആരെ ആക്കണ്ട എന്നുള്ള തീരുമാനം പാർട്ടിയെ സംബന്ധിച്ച് തീരുമാനിക്കും. വിജയം സുനിശ്ചിതമെന്നുള്ള ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ആരോപണങ്ങൾ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സീറ്റ് സമയത്ത് ഉണ്ടായ ചില തർക്കങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വിജയകരമായി പരിഹരിക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച് നമ്മൾ നേരത്തെ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കാണുന്നത്. ആത്മവിശ്വാസത്തിനൊന്നും യാതൊരു കുറവുമില്ല നിലവിലെ ഒരു വിലയിരുത്തൽ. ഈ എറണാകുളം ജില്ല മാത്രമല്ല, ഞാൻ കേരളത്തിലെ മുട്ടാകുള്ള കാര്യമാണ്. നമുക്കറിയാം, ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ് തർക്കങ്ങളുള്ളത്. CPM-ൽ നിന്ന് എത്രയോ നേതാക്കന്മാർ പാർട്ടി വിട്ട് UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ LDF-ൻ്റെയും BJP-യുടെയും ഭാഗമായി മത്സരിക്കുന്നു. കോൺഗ്രസിനകത്ത് അത്തരത്തിലുള്ള അന്തഃഛിദ്രങ്ങളൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്ന ചില പത്രമാധ്യമ സൃഷ്ടിയല്ലാതെ പാർട്ടി പ്രവർത്തകരെല്ലാം വലിയ ആത്മവിശ്വാസത്തിൽ കോൺഗ്രസും UDF-ഉം തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ടി.ജെ. വിനോദ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അദ്ദേഹത്തിന് ആത്മവിശ്വാസത്തിന് വകയുണ്ട്. കാരണം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ നമ്മൾ കണ്ടാണ്. കഴിഞ്ഞ 2 തവണയും ജനങ്ങളുമായി ഇടപഴകിയുള്ള ആത്മവിശ്വാസവും വികസന നേട്ടങ്ങളും ഒക്കെ അദ്ദേഹത്തിന് തുണയാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും എറണാകുളം ജില്ല ഈ കൈവിടില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ടി.ജെ. വിനോദ്. അദ്ദേഹത്തിന് എല്ലാവിധ വിജയാശംസകളും ഈ ഘട്ടത്തിൽ നേരുകയാണ്. ക്യാമറമാൻ പി. ശശികാന്തിനൊപ്പം ശ്രീജിത് നായർ, അമൃത ന്യൂസ്, കൊച്ചി. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ അറസ്റ്റ് അപ്രതീക്ഷിതമായിരുന്നു. സിനിമാ മേഖലയിൽ അന്തസ്സോടെ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന കാലം വിദൂരമാണോ? ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് വനിതാ ജംഗ്ഷൻ കാണാം. നമസ്കാരം, വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. കലയുടെയും സർഗാത്മകതയുടെയും ഒക്കെ ഇടമായ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ലൈംഗിക ചൂഷണങ്ങളും പീഡനങ്ങളും നേരത്തെ തന്നെ വാർത്തകളിൽ നിറഞ്ഞതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും വെളിപ്പെടുത്തലുകളുമെല്ലാം സമൂഹം ഏറെ ചർച്ച ചെയ്തതുമാണ്. പക്ഷേ സിനിമാ സെറ്റുകളിൽ സ്ത്രീ സുരക്ഷ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ് എന്നാണ് സംവിധായകൻ രഞ്ജിത്തിന്റെ അറസ്റ്റിലൂടെ മനസ്സിലാകുന്നത്. പ്രമുഖ വ്യക്തികൾ പോലും ഇത്തരം കേസുകളിൽ പ്രതികളാകുമ്പോൾ തൊഴിലിടങ്ങളിലെ സുരക്ഷയും സ്ത്രീകളുടെ അന്തസ്സും സംരക്ഷിക്കാൻ നിലവിലുള്ള സംവിധാനങ്ങൾ പരാജയപ്പെടുന്നുണ്ടോ? ഈ വിഷയമാണ് ഇന്ന് വനിതാ ജംഗ്ഷൻ പരിശോധിക്കുന്നത്. മായ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മലയാള സിനിമയിലെ പ്രമുഖ സംവിധായകൻ രഞ്ജിത്ത് ഈ ലൈംഗിക പീഡന പരാതിയിൽ അറസ്റ്റിലാകുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങളൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് തന്നെ ഈ സിനിമാ മേഖലകളിൽ ഒരു പുതിയ നയം വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്റേണൽ കമ്മിറ്റി, അത് മോണിറ്റർ ചെയ്യാനൊരു സമിതി എല്ലാം ഉണ്ടാകുമ്പോഴുമാണ് ചലച്ചിത്ര മേഖലയിൽ നിന്ന് ഇത്തരം ശുഭകരമല്ലാത്തൊരു വാർത്ത അതും ഒരു പ്രമുഖ വ്യക്തിയിൽ നിന്ന്. നമുക്ക് രഞ്ജിത്ത് എന്ന് പറയുമ്പോൾ മലയാള സിനിമയിലെ എല്ലാ അർത്ഥത്തിലും ഒരു മാടമ്പി എന്നാണ് സിനിമയ്ക്ക് അകത്തും പുറത്തുമുള്ളവരൊക്കെ വിശേഷിപ്പിക്കുന്നത്. പ്രമുഖ സംവിധായകനാണ്, പ്രമുഖ തിരക്കഥാകൃത്താണ്. അദ്ദേഹമാണ് ഈ ലൈംഗിക ആരോപണ കേസിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റിലായിരിക്കുന്നത്. ജയിലിലാണ് കിടക്കുന്നത്. അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നു. ആ രീതിയിലൊക്കെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴും എന്തുകൊണ്ട് ഇത്തരം നടപടികൾ വീണ്ടും വീണ്ടും ഈ ചലച്ചിത്ര മേഖലയിൽ നിന്നുണ്ടാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം രഞ്ജിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇതിനു മുമ്പ് 2 പീഡന പരാതി വന്നിട്ടുണ്ട്. ഒന്ന് 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നടി ഇതുപോലെ ഒരു ദുരനുഭവം രഞ്ജിത്തിൽ നിന്നുണ്ടാകുന്നു എന്ന് പറയുന്നു. അതും രഞ്ജിത്തിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പിന്നീട് കോഴിക്കോട് ഒരു യുവാവും ഒരു പരാതി ഉന്നയിച്ചു. എന്നിട്ടും ആ ആൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയും വീണ്ടും ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയുക എന്നുള്ളതാണല്ലോ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായും ഈ അമ്പിളി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് രഞ്ജിത്തിനെതിരെ വരുന്ന 3ാമത്തെ കേസാണ്. എന്നിട്ടും അയാൾക്കിത് ചെയ്യാനുള്ളൊരു ധൈര്യം, അത് ഈ സിസ്റ്റം മുഴുവൻ നൽകുന്ന ഒരു ധൈര്യമാണ്. നേരത്തെ രജിസ്റ്റർ ചെയ്ത 2 കേസുകളും ഒന്ന് കാലതാമസം പറഞ്ഞ് കോടതി റദ്ദാക്കി. സമാനമായിരുന്നു മറ്റേ കോഴിക്കോട് യുവാവ് നൽകിയ പരാതിയും തെളിവുകളില്ല. ബംഗാളി നടിയുടേതാണെങ്കിൽ കാലതാമസമായിരുന്നു പറഞ്ഞിരുന്നത്. ആ കാരണങ്ങൾ കൊണ്ടാണ് നേരത്തെയുള്ള 2 കേസുകളും റദ്ദായി പോയത്. പിന്നെ ഇത്തരത്തിലുള്ള ലൈംഗിക പീഡനങ്ങളും ഒക്കെ ഈ രഞ്ജിത്തിൻ്റെ കേസ് നടക്കാനായ സാഹചര്യം എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ 7 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ഒരു ഫീച്ചർ ഫിലിമുമായി ബന്ധപ്പെട്ടിട്ട്
സജീവമാകുന്നത്. മുഴുനീളൊരു എൻ്റർടൈനർ എന്നുള്ള നിലയിൽ ആ ഒരു സിനിമയായി അദ്ദേഹം സജീവമാകാൻ പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാവുന്നത്. കാരവാനിൽ വെച്ച് ആ ഒരു യുവ നടിക്ക് അദ്ദേഹം അപമര്യാദയായി പെരുമാറി. ആ യുവതി ഇറങ്ങി സെറ്റിലേക്ക് ഓടി അവിടെ കരയുകയാണ് ചെയ്തത്. അപ്പോൾ സെറ്റിലുള്ള എല്ലാവർക്കും ഇത് അറിയാമായിരുന്നു. അപ്പോൾ ആ കുട്ടിയെ അവരെല്ലാവരും കൂടി ആശ്വസിപ്പിച്ച് തിരിച്ചയച്ചു. പിന്നെ ഈ കുട്ടി കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് പിന്നീട് ഒരു ജീവിതത്തിലേക്കൊക്കെ തിരിച്ചു വരുന്നതെന്നാണ് പോലീസ് തന്നെ പറയുന്നത്. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ കുട്ടി പോലീസിലാണ് ഇത് കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് അവിടുത്തെയുള്ള സെറ്റിൽ എല്ലാവർക്കും അറിയാം. ആ സെറ്റിലുള്ള ഒരാൾ പോലും ഇതിനെതിരെ ഒന്ന് ശബ്ദിക്കാനോ അല്ലെങ്കിൽ ഒരു പരാതിയുമായി മുന്നോട്ട് വരാനോ ഒന്നും തയ്യാറായിട്ടില്ല. ആ ഒരു സിനിമാ സെറ്റിൽ നേരത്തെ വരുന്ന നിയമങ്ങൾക്കനുസരിച്ച് ഒരു ഇന്റേണൽ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ICC ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ICCയിൽ പരാതി പോയിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ICCയിലുള്ളത് ആരൊക്കെയാണ്? ആ ICCയിൽ ആരൊക്കെ ഉണ്ടാവണം? ആ മറ്റേ സിനിമാ സെറ്റിലുള്ള ഒരു മുതിർന്ന ആളായിരിക്കണം അതിൽ മെയിൻ. പിന്നെ അതിൽ തന്നെ ആ സെറ്റിലുള്ള തന്നെ 2 ജീവനക്കാരുണ്ടാവണം. പിന്നെ പുറത്തുനിന്നുള്ള ഒരു അംഗം ഉണ്ടാവണം. അപ്പോൾ ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായ സ്ഥിതിക്ക് അവിടെയുള്ള ആളുകൾക്ക് തന്നെ ഇത് അറിയാം. എന്നിട്ട് കൂടി ഇപ്പോൾ പറയുന്നത്, പലരും ഇതിനെ ന്യായീകരിക്കാൻ പറയുന്നത് ICCയിൽ പരാതി ചെന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ തന്നെ ഈ കുട്ടിയെ ആശ്വസിപ്പിച്ച് ഈ ഒരു കോംപ്രമൈസ് ആക്കാൻ നോക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ICCയിലൊരു പരാതി വരിക? ഇതൊരിക്കലും ഈ സിനിമാ നമ്മൾ ഇതിനു മുമ്പുള്ള എല്ലാ കേസുകളും എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, സംഘടനകളിൽ നിന്ന് ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു പരാതിയോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇതെപ്പോഴും പരാതി വരുന്നത് എത്രയോ കാലം കഴിഞ്ഞിട്ട് ഈ പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ പോലീസാണ് ഇതിൽ നിയമ നടപടി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ സംഘടനകൾക്ക് ഇത്തരത്തിലുള്ള പെരുമാറ്റ ദൂഷ്യം അല്ലെങ്കിൽ തങ്ങളുടെ സംഘടനയിലെ ഏതെങ്കിലും ഒരു അംഗം ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലൊരു മുൻകരുതലുകൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു കർശനമായ ഒരു നടപടികളിലേക്ക് എന്തുകൊണ്ട് ഈ സംഘടനകളൊന്നും കടക്കുന്നില്ല എന്നുള്ളതാണ് എന്നെ പലപ്പോഴും ആശങ്കപ്പെടുത്തുന്നത്. ഇപ്പോൾ തന്നെ ഈ സംവിധായകൻ രഞ്ജിത്തിൻ്റെ കേസിൽ വന്നു കഴിഞ്ഞാൽ അമ്മ അതുപോലെ WCC ഇവരൊക്കെ പ്രതികരിക്കുകയുണ്ടായി. പക്ഷേ ആ ഒരു പ്രതികരണങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ആളെ നോക്കി അളന്നുള്ള ഒരു പ്രതികരണങ്ങളാണെന്നാണ് എനിക്ക് പലപ്പോഴും. അമ്മയുടെ കഴിഞ്ഞ ദിവസമല്ലേ അവരുടെ വന്നത്, അവൾക്കൊപ്പം എന്നുള്ള നിലപാടൊന്നും കണ്ടില്ല. പക്ഷെ പറയാതെ അതിലൊരു അവൾക്കൊപ്പം കിടക്കുന്നുണ്ട്. പക്ഷെ അതൊരു വാർത്താക്കുറിപ്പായിട്ടാണ് വന്നത്. പക്ഷെ അതിൽ പോലും ഒരു നീതി നിഷേധം പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു എല്ലാം നിയമത്തിന് വിട്ടുകൊടുത്ത അമ്മ അങ്ങനെ സൈലൻ്റായി നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഈ മറ്റേ അമ്പിളി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മാടമ്പി സ്വഭാവമാണ് രഞ്ജിത്തിന്റെ എല്ലാ സിനിമകളിലും കാണാം. അദ്ദേഹത്തിന് തന്നെ ആ ഒരു ഇമേജ് ആണുള്ളത്. നമ്മൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഈ ഫിലിം ഫെസ്റ്റിവലിന്റെ സമയത്ത് അദ്ദേഹത്തിന് കൂവലൊക്കെ കിട്ടിയ സമയത്ത് അദ്ദേഹം പഴയ SFI പാരമ്പര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു ധാർഷ്ട്യവും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെയാണ്. പക്ഷേ ഇത്തരത്തിലൊരു ധാർഷ്ട്യം അദ്ദേഹം സ്വയം അണിഞ്ഞ് വെക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പലപ്പോഴും ചർച്ചയായിട്ടുള്ളതൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിലെ സ്ത്രീവിരുദ്ധതയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് തന്നെ പലരും ചർച്ച ചെയ്തിട്ടുണ്ട്. ആ സിനിമ ഇറങ്ങിയ സമയത്ത് അതൊന്നും ചർച്ചയായിരുന്നില്ല. എല്ലാവരും അതിന് തിയേറ്ററിൽ വലിയ ആഘോഷമാക്കി മോഹൻലാൽ മാസ് ഡയലോഗ് പറയുമ്പോൾ കൈയടിച്ച ഒരു സമൂഹമാണ്. പിന്നീടാണിത് ഈ രഞ്ജിത്തിനെതിരെ കേസുകളൊക്കെ വന്നപ്പോഴാണ് ഇത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായിട്ടൊക്കെ വന്നത്. നമ്മൾക്ക് അറിയാലോ, മറ്റേ മോഹൻലാലിൻ്റെ ഒരു മാസ് ഡയലോഗ് അല്ലേ, വെള്ളമടിച്ച് വരുമ്പോൾ എനിക്ക് ചവിട്ടി തൊഴിക്കാൻ ഒരു സ്ത്രീയെ വേണമെന്നൊക്കെ. അതൊക്കെ പിന്നീട് പലരും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എത്രത്തോളം സ്ത്രീവിരുദ്ധതയാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ അദ്ദേഹം തിരികെ കയറ്റിയത്. ആ ഒരു ചിന്താഗതി വെച്ച് തന്നെയായിരിക്കണം അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തത്. പക്ഷെ ഇതിൽ പോലീസ് പെട്ടെന്ന് ആക്ഷൻ എടുത്തെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. മറ്റെന്തെങ്കിലും നീക്കം അദ്ദേഹത്തിന് നടത്തുന്നതിന് മുൻപ് തന്നെ പോലീസ്, ഇപ്പോൾ താഴെത്തട്ടിലുള്ള പോലീസുകാർ പോലും അറിയാതെ തന്നെ ഈ അദ്ദേഹത്തെ പിടിച്ച് നിയമത്തിന് മുമ്പിൽ ഹാജരാക്കാൻ പറ്റി എന്നുള്ളതാണ്. നേരത്തെ ഈ PT കുഞ്ഞുമുഹമ്മദിന്റെ കേസ് വന്ന സമയത്ത് അദ്ദേഹം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് യുവതിക്ക് ഈ സംവിധായിക ആശാച്ചി ജോസഫിന് അത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാവുന്നത്. അവരത് പരാതി നേരെ മുഖ്യമന്ത്രിക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് അത് കൊണ്ടുപോയി കൊടുക്കുന്നത്. പക്ഷേ അത് അവിടെ കുറേ ദിവസം അങ്ങനെ തന്നെ ഇരുന്നു. അതിലൊരു നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മാധ്യമങ്ങളിൽ ആശാച്ചി തുറന്നു പറയുകയാണ്. പല മാധ്യമങ്ങളിൽ അവരുടെ ഇന്റർവ്യൂ ഒക്കെ വന്നതിന് ശേഷമാണ് അതിലൊരു നടപടിയൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ ആ ഒരു കാലതാമസവും ഒന്നും
ഈ ഒരു കേസിലുണ്ടായത്. പക്ഷേ അതിലെ എന്ത് സാഹചര്യമാണ് അതിലേക്ക് നീങ്ങിയതെന്നറിയില്ല. ഒരുപക്ഷെ പോലീസ് ഉൾപ്പെടെ സ്വതന്ത്രമായി പ്രവർത്തിച്ച് എന്തായാലും ഈ ഒരു നടപടിയിലേക്ക്, രഞ്ജിത്തിന്റെ അറസ്റ്റിലേക്കൊപ്പം അദ്ദേഹം ജയിലിലാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചു എന്ന് പറയുമ്പോൾ അത് പോലീസ് പെട്ടെന്ന് ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിലേക്ക് വരുമ്പോൾ ഈ രഞ്ജിത്തിന്റെ കേസിലുണ്ട്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ 2 കേസുകളുണ്ടായിരുന്നു. ഈ 2 കേസിലും നിയമത്തിന്റെ പരിരക്ഷ ഒരുക്കാൻ ഒരു പക്ഷേ സർക്കാരിന്റെ ഒരു സൗകര്യം പുള്ളിക്ക് നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ നടിയുടെ കേസായാലും അല്ലെങ്കിൽ കോഴിക്കോട്, ഇപ്പോൾ മായ പറഞ്ഞപ്പോൾ തന്നെ കോഴിക്കോട് ആ യുവാവിൻ്റെ കേസൊക്കെ ആണെങ്കിലും ഒരു മുൻകൂർ ജാമ്യം 2 കേസുകളിലും കിട്ടി. അപ്പോൾ ആ രീതിയിൽ സർക്കാർ ഒരു രഞ്ജിത്തിനെതിരെ വലിയ വിമർശനം വന്നെങ്കിലും സർക്കാർ രഞ്ജിത്തിനെ ഒരു സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ആ രീതിയിലുള്ള, അതായത് നിയമത്തിൻ്റെ ഒരു പരിരക്ഷ അല്ലെങ്കിൽ നിയമസഹായം കിട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ഒരു തെരഞ്ഞെടുപ്പ് പശ്ചാത്തലമാണ്, അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇതിൽ എത്രത്തോളം റോൾ ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം അന്വേഷണ സംഘത്തിൻ്റെ നീക്കം തന്നെയായിരുന്നു. അതിൽ ആ 2 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രതികരിച്ചത് വലിയ ഷാർപ്പായിട്ടുള്ള ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രഞ്ജിത്തിനെതിരെ എല്ലാ പ്രാഥമിക തെളിവുകളും ഉണ്ട് എന്ന് കണ്ടെത്തുന്നു. അതുപോലെ തന്നെ ഈ കുട്ടി വളരെ ചെറിയ പ്രായം കുറഞ്ഞൊരു കുട്ടി എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയൊരു ട്രോമയിലൂടെ കടന്നുപോയി. പ്രത്യേകിച്ച് ഇത്തരം ദുരനുഭവം തുറന്നു പറയുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പക്ഷേ ആ കുട്ടി ഇത് ജനുവരിയിൽ നടന്ന സംഭവമാണ്. പിന്നീട് ഇതിൽ നിന്നെല്ലാം ഓവർകം ചെയ്ത് വന്ന ശേഷം ആണിത് തുറന്നു പറയുന്നത്. DGPക്കും അതുപോലെ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു SITക്കുമാണ് പരാതി കൊടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. മായ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്റേണൽ കമ്മിറ്റി എന്തുകൊണ്ട് അറിഞ്ഞില്ല, ഇത്രയും ദിവസമായിട്ടും ഇന്റേണൽ കമ്മിറ്റി എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ WCC പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്റേണൽ കമ്മിറ്റി എന്ന് പറയുന്നതും അധികാര കേന്ദ്രം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം മാത്രമാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ഇത് ഇങ്ങനെ ചെയ്യാനുള്ളൊരു ധൈര്യം എന്നുള്ളത് അധികാര കേന്ദ്രത്തിൻ്റെ തണൽ എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇനിയും കിട്ടുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം കൊണ്ട് തന്നെ ആയിരിക്കാം. പക്ഷേ രഞ്ജിത്തിൻ്റെ അനുഭവം എല്ലാവർക്കും അല്ലെങ്കിൽ രഞ്ജിത്ത് ഇപ്പം നേരിട്ട ഒരു അനുഭവം എല്ലാവർക്കും ഒരു പാഠമാകണമെന്നുള്ളത് ഉള്ള കാര്യം ഉറപ്പാണ്. കാരണം പ്രത്യേകിച്ച് ഈ സിനിമ എന്ന് പറയുന്നത് നമുക്കറിയാലോ, വളരെ ജനപ്രിയമായിട്ടുള്ള അല്ലെങ്കിൽ ജനകീയമായിട്ടുള്ള ഒരു മാധ്യമമാണ്. പക്ഷേ അവിടെ സ്ത്രീകൾക്ക് സുരക്ഷ എന്നതിനപ്പുറത്തേക്ക് മായ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അന്തസ്സായി ജോലി ചെയ്യാനുള്ള ഒരു ഇടമല്ല എന്നുള്ളത് തന്നെയല്ലേ ഓരോ വാർത്തകളും ഇപ്പോഴും വരുന്നത്. പ്രത്യേകിച്ച് അത് അടക്കി വാഴുന്ന ആളുകൾ അല്ലെങ്കിൽ അതിലെ ഗുരുസ്ഥാനീയർ എന്ന് വിശ്വസിക്കുന്ന പലരും, അങ്ങനെയാണ് രഞ്ജിത്തിനെ പറയുന്നത്, ഗുരുസ്ഥാനീയർ എന്ന് വിശ്വസിക്കുന്ന ആളുകളിൽ നിന്ന് പോലും ഇത്തരത്തിലൊരു പ്രവണത ഉണ്ടാകും, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പെരുമാറ്റം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ തീർച്ചയായും അത് തന്നെയായിരിക്കും ആ കുട്ടിക്ക് വലിയൊരു ട്രോമ ഉണ്ടായിട്ടുണ്ടാവുക. കാരണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് ഉപയോഗിച്ച വാക്കുകൾ അങ്ങനെയാണ്. അതായത് ഗുരുസ്ഥാനിൽ എന്ന് കരുതുന്ന ആളിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഒരു ട്രോമയിലൂടെയാണ് ആ കുട്ടി കടന്നു പോയത് എന്നാണ്. തീർച്ചയായും നമ്മൾ എല്ലാവരും സിനിമാ മേഖലയിലുള്ളവരെ തന്നെ രഞ്ജിത്തിന് ഉണ്ടാക്കി വെച്ച ഒരു പരിവേഷം ഒക്കെ ഉണ്ട്. അത് അദ്ദേഹം സിനിമയിലെ വലിയൊരു പ്രമാണിയാണ്. അദ്ദേഹം മറ്റേ നമ്മൾ എല്ലാ സിനിമകളിലൊക്കെ കാണുന്ന വലിയൊരു അപ്രമാദിത്വം അദ്ദേഹത്തിന് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാളിൽ നിന്ന് ഇത്തരത്തിൽ ഒരു അനുഭവം പെട്ടെന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആരും ഒന്ന് തളർന്നു പോകും. അത് തന്നെയാണ് ആ കുട്ടിക്കും സംഭവിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് തന്നെ നമ്മൾ കണ്ടതാണല്ലോ, ഈ ഹേമ കമ്മിറ്റി വന്നപ്പോൾ എത്ര പരാതികൾ വന്നു. അതിൽ SIT സംഘം ഉണ്ടായി, അത് അന്വേഷണം നടന്നു. 34 കേസുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ എടുത്തത്. ആ 34 റദ്ദാക്കുകയാണ് ചെയ്തത്. വനിതാ ജംഗ്ഷന്റെ കൂടുതൽ പൂർണ്ണരൂപം കാണാം ഞങ്ങളുടെ YouTube ചാനലിലൂടെ. ഇനി സ്പോർട്സ് വാർത്തകളിലേക്ക്. IPL ഇന്ന് 2 മത്സരങ്ങളാണ്. ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 3:30 മുതലാണ് മത്സരം. രണ്ടാമത്തെ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.